പൂരം ഫിൻസർവിന്റെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് വലിയ ആശങ്കകളൊക്കെ ഉയരുകയാണ്. എന്തായാലും ഇരവണ അതുമായി ബന്ധപ്പെട്ട് ഒരു അന്വേഷണ പരമ്പര തന്നെ തുടങ്ങുകയാണ്. എങ്ങനെയാണ് ഇത് ജനങ്ങളെ അപ്രോച്ച് ചെയ്യുന്നതെങ്കിലും ഏത് രീതിയിലാണ് ഈ തട്ടിപ്പ് നടത്തുന്നത് തുടങ്ങിയ വാർത്തകളിലേക്ക് കൂടിയാണ് നമ്മൾ പോകുന്നത്. സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങൾക്ക് RBI നൽകുന്ന ലൈസൻസ് അടക്കം ഉപയോഗിച്ച് നിക്ഷേപകരുടെ വിശ്വാസം നേടിയെടുത്താണ് തൃശൂർ ജില്ല കേന്ദ്രീകരിച്ച് പൂരം ഫിൻസർവ് എന്ന സ്ഥാപനം സാമ്പത്തിക തട്ടിപ്പ് നടത്തിയത്. 200 കോടിയോളം രൂപയാണ് പൂരം ഫിൻസർവ് തട്ടിയെടുത്തത്. തട്ടിപ്പ് നടന്ന് 2 വർഷത്തിന് ശേഷം കഴിഞ്ഞ ദിവസമാണ് ഡയറക്ടർമാരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടാൻ ജില്ലാ ഭരണകൂടം ഉത്തരവിട്ടത്. തൃശൂരിന്റെ വികാരമായ പൂരത്തിന്റെ പേരിലാണ് അടുത്തിടെ കോടികൾ തട്ടിയെടുത്ത സ്ഥാപനം പ്രവർത്തിച്ചത്. നിക്ഷേപകരെ കബളിപ്പിക്കുക മാത്രം ലക്ഷ്യമിട്ടാണ് പൂരം ഫിൻസർവ് എന്ന സ്ഥാപനം രൂപീകരിച്ചതെന്ന് വ്യക്തമാണ്. RBIയുടെ അംഗീകാരമുള്ള സ്ഥാപനമെന്നതും 12% പലിശ വാഗ്ദാനം ചെയ്തതും നിക്ഷേപകരെ പൂരം ഫിൻസർവിലേക്ക് ആകർഷിച്ചു. പണം സ്വീകരിക്കുന്നതടക്കമുള്ള എല്ലാ ഇടപാടുകളും ബാങ്ക് അക്കൗണ്ടുകൾ വഴി മാത്രമായിരുന്നുവെന്നതും വിശ്വാസത്തിന് കാരണമായി. കാലാവധി പൂർത്തിയായ നിക്ഷേപം തിരികെ എടുക്കാൻ സമീപിച്ചപ്പോഴാണ് പലരും തട്ടിപ്പിനെ കുറിച്ച് അറിയുന്നത്. 99% ആൾക്കാരും സീനിയർ സിറ്റിസൺസാണ്. 99%. പിന്നെ അതിന് താഴെ വളരെ കുറച്ച് പേരുണ്ടായിരിക്കുള്ളൂ. അപ്പോൾ പ്രായോഗികമായിട്ട് പ്രവർത്തിക്കാനോ ഇതിനെതിരെ പ്രതികരിക്കാനോ ഒക്കെ ബുദ്ധിമുട്ടുള്ളവരാണ്. കുറേ കാലം പറയുന്നു ഇയാൾ ബോംബെക്ക് പോയിക്കാണ്, ബോംബെയിലൊരു കമ്പനിയായിട്ട് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കിയിട്ടുണ്ട്, ടേക്ക് ഓവർ ചെയ്യാൻ സമ്മതിച്ചിട്ടുണ്ട്, അവർ 100 കോടി പമ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇട്ട തുകയുടെ ഇരട്ടി ലഭിക്കുമെന്ന് വാഗ്ദാനം ചെയ്ത ഡബിളിംഗ് സ്കീമിൽ നിക്ഷേപിച്ച ആളുകളുടെ മുഴുവൻ തുകയും നഷ്ടപ്പെട്ടു. 11 കോടിയോളം രൂപയാണ് കമ്പനിയുടെ ഡയറക്ടർമാർ മാത്രം വായ്പയായി എടുത്തത്. ഇത് പണം തട്ടിയെടുക്കാനുള്ള ആസൂത്രിതമായ ശ്രമത്തിന്റെ ഭാഗമായിരുന്നുവെന്ന് വേണം കരുതാൻ. ബഡ്സ് ആക്ട് പ്രകാരം ഡയറക്ടർമാരായ അനിൽകുമാറിന്റെയും സുനിൽകുമാറിന്റെയും സ്വത്തുക്കൾ താൽക്കാലികമായി കണ്ടുകെട്ടാൻ കളക്ടർ കഴിഞ്ഞ ദിവസം ഉത്തരവിറക്കിയിരുന്നു. എന്നാൽ കഴിഞ്ഞ 2 വർഷത്തിനിടയിൽ തട്ടിയെടുത്ത തുക ഇവർ മറ്റു ചില കമ്പനികളിൽ നിക്ഷേപിച്ചതായാണ് വിവരം. അതുകൊണ്ട് ഫണ്ട് തിരിമറി നടത്തിയത് സംബന്ധിച്ച കൃത്യമായ അന്വേഷണം വേണമെന്നാണ് നിക്ഷേപകരുടെ പ്രധാന ആവശ്യം. ഈ ഫണ്ട് എങ്ങോട്ട് ഡൈവേർട്ട് ചെയ്തു എന്ന് കണ്ടുപിടിക്കണമെന്ന് തന്നെയാണ്. ഇവർ പല പ്രാവശ്യങ്ങളായി പല രീതിയിലുള്ള മെസ്സേജസാണ് തന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഇന്ന് ഡയറക്ടറായിരുന്ന ആൾ നാളെ ഡയറക്ടറല്ല, ബാലൻസ് ഷീറ്റിൽ കാണുന്ന ഡയറക്ടേഴ്സ് ലിസ്റ്റ് അത് അവർ അന്വേഷിച്ചാൽ ഇപ്പോൾ അവർ ഡയറക്ടേഴ്സ് അല്ല. അതായത് ഇങ്ങനെ ഒരു ലൈസൻസ് എടുത്തിരിക്കുന്നത് ഇവർ ഫ്രോഡിനെ കമ്മിറ്റ് ചെയ്യാനായിട്ടുള്ള രീതിയിലുമായിട്ടാണ് നമുക്ക് തോന്നുന്നത്. ഇപ്പോൾ തട്ടിപ്പ് നടത്തിയ പണം ഉപയോഗിച്ച ബിനാമി പേരുകളിലടക്കം ഇവർ സ്വത്തുക്കൾ വാങ്ങിക്കൂട്ടിയതായി നിക്ഷേപകർ പറയുന്നു. അതിനാൽ സമഗ്രമായ അന്വേഷണം നടത്തിയാൽ മാത്രമാണ് ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ പുറത്തുവരിക എന്നത് വ്യക്തമാണ്. ക്യാമറമാൻ മോനിഷ് മോഹനൊപ്പം ആസിഫ് മുഹമ്മദ്, മീഡിയ 1, തൃശൂർ.